നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാവും ഉപേന്ദ്ര ഒരു തള്ളയുമായി ഇടികൂടുന്നത്. നിങ്ങൾ ഇൻസ്റ്റാ കമന്റുകളിൽ കണ്ടിട്ടുണ്ടാവും ചില കാര്യങ്ങൾ ചെയ്യാൻ ഉപേന്ദ്രയ്ക്ക് നല്ല ഗട്ട്സാണ്. ഇത് ശരി തന്നെയാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടാൽ മനസ്സിലാവും. ഉപേന്ദ്ര ഇന്ത്യയിലെ തന്നെ മികച്ച ഡയറക്ടേഴ്സിൽ ഒരാളാണ്. പക്ഷെ ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തത് അത് ഉപേന്ദ്രയല്ല. അപ്പോൾ ഈ ഒരു സിനിമയുടെ പേരാണ് ഓട്ടോ ശങ്കർ. സിനിമ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ബ്ലേഡ് വലിച്ചക്കാരെ കാണിക്കുന്നു. പിന്നീട് ഒരു എൻട്രിയാണ്. മറ്റേ ഇടികൊണ്ട് പറക്കുന്നതല്ല ഇപ്പോഴാണ് വരുന്നത്. ഈ ബ്ലേഡുകാരുടെ അല്ല, ലീഡറാണ് ഈ ഒരു അമ്മച്ചി ക്യാരക്ടർ. മഹാവടക്കായ ഒരു തള്ളയാണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് പേര് ഷർട്ടില്ലാതെ നിർത്തിയിരിക്കുന്നു. ഇവരെല്ലാം തന്നെ ഈ ഒരു അമ്മച്ചി ക്യാരക്ടറിന്റെ കയ്യിൽ നിന്ന് ബ്ലേഡ് വലിച്ചെടുത്തവരാണ്. എല്ലാവരെയും തള്ള ചവിട്ടുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു കല്യാണമാണ്. ഇത് പെണ്ണിന്റെ ചേട്ടനാണ്. ഈ ഒരു ചേട്ടനും പൈസ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടേക്ക് വരുന്നത് നേരത്തെ കണ്ട തള്ളയല്ല, മകളായ ശില്പ ഷെട്ടിയുടെ ക്യാരക്ടർ. തള്ളയേക്കാൾ മഹാവടക്കാണ് മകളായ ഈ ഒരു ക്യാരക്ടർ. എവിടാ പൈസ എന്ന് പെണ്ണിന്റെ ചേട്ടനോട് ചോദിക്കും. അനിയത്തിയേം തരും. അങ്ങനെ ഹാള് മൊത്തം മലമ്പാക്കി. ഇതോടുകൂടി കല്യാണ ചെക്കനും വീട്ടുകാരി കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ കല്യാണ പെണ്ണിനെ കാണുന്നില്ല. കല്യാണ പെണ്ണ് തൂങ്ങി മരിച്ചു. പെണ്ണിന്റെ ചേട്ടൻ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി. അങ്ങനെ പോലീസുകാരെയും കൊണ്ട് ശില്പ ഷെട്ടിയുടെ വീട്ടിൽ പോയി. ഇറങ്ങി വാടി എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് നടുവെന്നൊരു ചവിട്ട്. അത് ശില്പ ഷെട്ടിയായിരുന്നു. എന്തോ ഭാഗ്യത്തിൽ മറ്റേ ചവിട്ടുന്ന തള്ള ഇവിടെ ഇല്ല. ആൾ എണീറ്റ് നോക്കിയപ്പോ ഈ പോലീസുകാരെല്ലാം ശില്പ ഷെട്ടിയുടെ ടീമാണ്. ആള് കോളറിന് കയറി പിടിച്ചു. പോലീസ് അപ്പോൾ തന്നെ മോന്തക്കടിച്ച് ശില്പ ഷെട്ടി മുടിക്ക് കുത്തിപ്പിടിച്ച് ഗുണ്ടകളെല്ലാം ചേർന്ന് ഷർട്ടൂരി വിടുന്നു. അങ്ങനെ പുറത്തേക്ക് തള്ളിയിടും. ആള് മണ്ണ് വാരി എറിയും. എന്നിട്ട് പറയുന്നു, നിങ്ങളെ തല്ല ആരെങ്കിലും ഒരുത്തം വരുമെന്ന്. പിന്നീടാണ് ഉപേന്ദ്രയുടെ എൻട്രി. ഉപേന്ദ്ര ഒരു ഓട്ടോ ഡ്രൈവറാണ്. നമ്മൾ കഴിഞ്ഞ സിനിമയിൽ കണ്ട അതേ ഗെറ്റപ്പ് തന്നെയാണ് ഉപേന്ദ്രയ്ക്ക് ഈ ഒരു സിനിമയിൽ. ഒട്ടുമിക്ക സിനിമയിലും ഉപേന്ദ്രയ്ക്ക് ലോങ് ഹെയർ ആയ ആ ഒരു സ്റ്റൈലാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു വൈഫ് ഹസ്ബൻഡിന്റെ കാല് കഴുകും. ഇയാളുടെ വീട്ടിലേക്കാണ് ശില്പ ഷെട്ടി അടുത്തതായി വരുന്നത്. ശില്പ ഷെട്ടി വന്നപ്പോൾ തന്നെ ആള് വീടിന്റെ അകത്ത് ഒളിച്ചിരുന്നു. എവിടെ അവനെന്ന് ചോദിച്ച് വീട് മൊത്തം സെർച്ച് ചെയ്തു. അങ്ങനെ ആളെ കിട്ടി. ആളെ പുറത്തേക്ക് കൊണ്ടുപോയി. ആൾക്കാരെല്ലാം നോക്കി നിൽക്കുമ്പോൾ ശില്പ ഷെട്ടി വൈഫിനോട് പറയും, ചെരിപ്പൂരി ഹസ്ബൻഡിനെ അടിക്കാൻ. ഇത് കണ്ട് ശില്പ ഷെട്ടിയും ഗുണ്ടകളും ചിരിക്കുന്നു. അങ്ങനെയുള്ള സൈക്കോകളാണ്. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ഉപേന്ദ്രയുടെ ഒരു സീൻ കാണിക്കുന്നു. ഉപേന്ദ്ര കടുകെണ്ണയെല്ലാം തേച്ച് ഓട്ടോറിക്ഷ പൊക്കിയെടുത്ത് ടയർ മാറ്റുന്നു. ഈ ഒരു സീൻ കണ്ട് ഈ ഒരു ലേഡി ക്യാരക്ടർ ഉപേന്ദ്ര ഇഷ്ടമായി. ഗൗരി എന്നാണ് പേര്. പിന്നീട് ഒരു പാട്ടുണ്ടാകും. പിന്നീട് കാണിക്കുന്നത് ഉപേന്ദ്രയുടെ വീട്ടിൽ ഒരുത്തൻ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു. ഈ ഒരു ക്യാരക്ടറെ കാണാൻ ഉപേന്ദ്രയോട് തന്നെ ഒരു പാരൽ യൂണിവേഴ്സ് പോലെയാണ്. അങ്ങനെ സിസ്റ്ററിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഉപേന്ദ്ര ബാങ്കിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശില്പ ഷെട്ടിയാണ്. ഇത്തവണ ഇദ്ദേഹത്തെയാണ് ശില്പ ഷെട്ടി പിടിച്ചത്. ഇത്തവണ ഗുണ്ടകൾ മാത്രമേ ഉള്ളൂ. എവിടാ പൈസ എന്ന് പറഞ്ഞ് എല്ലാം എടുത്ത് പുറത്തിടുന്നു. ഒരു അപ്പൂപ്പനെയും കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. പെട്ടെന്ന് ഉപേന്ദ്ര വന്ന് തടയും. പിന്നീട് അങ്ങോട്ട് ഇവർ തമ്മിൽ വലിയൊരു ഫൈറ്റ്. എല്ലാവരെയും ഉപേന്ദ്ര ഇടിച്ചു. പെട്ടെന്ന് അങ്ങോട്ട് ശില്പ ഷെട്ടി വരുന്നു. പൈസ കൊടുത്തത് ഞാൻ, പൈസ മേടിച്ചത് അവൻ, നീ ഏതാടാന്ന് ചോദിക്കുന്നു. ഉപേന്ദ്ര അപ്പോൾ തന്നെ പല പല ഡയലോഗ് പറഞ്ഞു ശില്പ ഷെട്ടിയെ നാണം കെടുത്തി വിടുന്നു. എന്നാൽ ആര് തരുവോടാ പൈസ എന്ന് ചോദിച്ചപ്പോ ഉപേന്ദ്ര അപ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് കിട്ടിയ പൈസയല്ല ശില്പ ഷെട്ടിയുടെ മുഖത്തെറിയും. ഇതെല്ലാം തന്നെ ശില്പ ഷെട്ടിക്ക് മൊത്തത്തിലൊരു ഷെയിമായി. അവൻ ആരാണെന്ന് അറിയണം, എന്നെ മൊത്തത്തിൽ നാണം കെടുത്തിയെന്ന് ശില്പ ഷെട്ടി പറയും. അങ്ങനെ ഉപേന്ദ്രയുടെ അച്ഛൻ പൈസ കടം വാങ്ങാൻ വേണ്ടി ബ്ലേഡ് തലയുടെ അടുത്ത് വരുന്നു. പിന്നീട് മറ്റേ ഗൗരി എന്ന ക്യാരക്ടർ ഉപേന്ദ്രയുടെ ഓട്ടോയിൽ കയറുന്നു. അങ്ങനെ റൊമാൻറ്റിക്കായി ഓട്ടോ മറിഞ്ഞു വീണു. അവിടെ വെച്ചൊരു ഡാൻസ്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. ഉപേന്ദ്രയുടെ സിസ്റ്റർ ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. പിന്നീട് ശില്പ ഷെട്ടിയെ കാണിക്കും. നിന്റെ ഹസ്ബൻഡ് വാങ്ങിയ ആ പൈസ എവിടെയെന്ന് പറഞ്ഞ് അവരുടെ കൊച്ചിനെയും എടുത്ത് ശില്പ ഷെട്ടി പോവുകയാണ്. വൈഫ് ഹസ്ബൻഡിനെ വിളിച്ചു. രണ്ടുപേരും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനെ ശില്പ ഷെട്ടി വന്നു. ഹസ്ബൻഡിനെ കണ്ടപ്പോഴാണ് ശില്പ ഷെട്ടിക്ക് മനസ്സിലായത് തനിക്ക് ആള് മാറിപ്പോയെന്ന്. പക്ഷേ ശില്പ ഷെട്ടി ഇവനെ ലോക്കപ്പിൽ ഇട്ടേക്കാൻ പറയുന്നു. അങ്ങനെ പോലീസ് ആളെ വെറുതെ പിടിച്ചു തല്ലുന്നു. വൈഫ് ഓടിപ്പോയി ഓട്ടോക്കാരോട് ഹെൽപ്പ് ചോദിച്ചു. അങ്ങനെ ഉപേന്ദ്ര വന്നു. പക്ഷേ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും ആള് തട്ടിപ്പോയി. പോലീസ് ശില്പ ഷെട്ടിയെ വിളിച്ചു. ഉപേന്ദ്രയും ആളുകളും പോലീസ് സ്റ്റേഷന്റെ പുറത്ത് സമരം ചെയ്യുകയാണ്. ശില്പ ഷെട്ടി ഗുണ്ടകളെ അയച്ച് കുട്ടിയെ തിരിച്ചു കൊടുത്തു. പക്ഷെ ഉപേന്ദ്ര പോലീസിനിട്ട് നല്ല ഇടിയിടിച്ചു. പോലീസ് പറഞ്ഞു ശില്പ ഷെട്ടി പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത്. അങ്ങനെ ഉപേന്ദ്ര ആരും കാണാതെ ശില്പ ഷെട്ടിയുടെ വീട്ടിൽ കയറി ശില്പ ഷെട്ടിയെ ഉപദ്രവിച്ചു. എനിക്ക് വേണമെങ്കിൽ നിന്നെ റേപ്പ് ചെയ്യാം, പക്ഷെ ഞാൻ കച്ചറയല്ല, ബി കെയർഫുൾ എന്ന് മാസ് ഡയലോഗ് പറഞ്ഞു. അങ്ങനെ ഉപേന്ദ്ര പോയി. പിന്നീട് മറ്റേ തള്ളയെ കാണിക്കുന്നു. പൈസ തരാത്തവരുടെ ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്.
ഈ ഒരു ലിസ്റ്റിൽ ഉപേന്ദ്രയുടെ അച്ഛൻ വരെയുണ്ട്. അങ്ങനെ ഇത് ശില്പ ഷെട്ടി അറിയുന്നു. നേരെ ഉപേന്ദ്രയുടെ വീട്ടിൽ പോയി. ഈ ഒരു ടൈമിൽ ഉപേന്ദ്രയുടെ വീട്ടിൽ സിസ്റ്റർ പ്രഗ്നന്റ് ആയതിന്റെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ശില്പ ഷെട്ടി അവിടേക്ക് വരുന്നു. ഉപേന്ദ്രയെ തപ്പിയെങ്കിലും അവിടെ നിന്ന് കിട്ടിയില്ല. അങ്ങനെ അനിയത്തിയെ പിടിച്ച് മുടിക്ക് പിടിച്ച് വലിച്ചടിച്ച് കൊണ്ടുപോകും. അങ്ങനെ ജീപ്പിൽ കയറ്റി. കുറച്ചു കഴിഞ്ഞത് ഉപേന്ദ്ര അറിഞ്ഞു. ഉപേന്ദ്ര നേരെ ഇവരുടെ താവളത്തിലേക്ക് ഓട്ടോറിക്ഷ ഓടിച്ച് കയറ്റി. പിന്നീട് ഒരു വലിയ ഫൈറ്റ്. പിന്നെയാണ് ശില്പ ഷെട്ടി വരുന്നത്. എവിടാ ശങ്കർ എന്ന് പറഞ്ഞ് ഓട്ടോ സ്റ്റാൻഡിലേക്ക് വരും. ഉപേന്ദ്ര ശില്പ ഷെട്ടിയെ ഒരു കയറിട്ട് കെട്ടി വലിച്ചഴിച്ച് കൊണ്ടുപോയി. പിന്നീട് പല മാസ ഡയലോഗ് പറയും. അങ്ങനെ വീണ്ടും അപമാനിച്ചു. ഇത് മറ്റേ ഗുണ്ടാ തള്ളയറിഞ്ഞ് ഗുണ്ടകളെല്ലാം പിടിച്ച് ചവിട്ടുന്നുണ്ട്. അങ്ങനെ ഉപേന്ദ്രയുടെ ഫാമിലി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ശില്പ ഷെട്ടി എന്ത് ചെയ്യുന്നു? ഉപേന്ദ്രയുടെ വീട് കത്തി. അങ്ങനെ എല്ലാം പോയ ഉപേന്ദ്ര ഒരു കരാറിൽ ഒപ്പിട്ട് ശില്പ ഷെട്ടിയിൽ നിന്ന് തന്നെ പൈസ വാങ്ങി. പിന്നീട് കാണിക്കുന്നത് ഉപേന്ദ്ര ഒരു വേലക്കാരന്റെ പോലെ ശില്പ ഷെട്ടിയുടെ കാല് കഴുകുന്നു. പിന്നീട് ഒരു റൊമാൻറ്റിക് സോങ്. പിന്നീട് ശില്പ ഷെട്ടിയുടെ മോന്തക്കടിക്കുന്നു. നോക്കിയപ്പോൾ ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ ശില്പ ഷെട്ടി പൈസ തിരിച്ചു വാങ്ങാൻ പോയപ്പോൾ ഉപേന്ദ്ര ഒരു വക്കീലിന്റെ കോട്ടെടുത്തിട്ട് കരാറിന്റെ പല ലൂപ്പ് കോളുകളും നിയമങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ മാസ ഡയലോഗ് പറയും. ഉപേന്ദ്ര പണ്ട് LLB ആയിരുന്നു. അങ്ങനെ വീട്ടിൽ പോയി പല പല വക്കീൽമാരെ കൊണ്ടുവന്നു. അവരും പറഞ്ഞു ഉപേന്ദ്ര പറഞ്ഞ ലോസ് എല്ലാം കറക്റ്റാണ്. അപ്പോൾ ശില്പ ഷെട്ടി പിന്നെയും നാണം കെട്ടു. ശില്പ ഷെട്ടി ഒരു പർദ്ദയെല്ലാം ഇട്ട് ഉപേന്ദ്രയുടെ ഓട്ടോയിൽ കയറി ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉപേന്ദ്രയെ കുത്താൻ നോക്കി. പക്ഷെ എങ്ങനെയോ ഉപേന്ദ്ര ഇതിനെ ഡിഫെൻഡ് ചെയ്തു. പിന്നീട് ഉപേന്ദ്ര ശില്പ ഷെട്ടിയെ പിടിച്ചെടുക്കും. മറ്റേ തള്ളയ്ക്കുള്ള റിഹേഴ്സൽ മകളിലൂടെ തുടങ്ങി. അങ്ങനെ കൈയും കാലും കെട്ടി നാട്ടുകാരെ എല്ലാം വിളിച്ചു. പിന്നീട് ശില്പ ഷെട്ടിയെ ഒരു പാഠം പഠിപ്പിക്കാനായി സാരി ഉടുപ്പിക്കുന്നു. പിന്നീട് ഒരു ഡാൻസ്. അങ്ങനെ ഈ ഒരു പാട്ടിലൂടെ ശില്പ ഷെട്ടിക്ക് പല പല പണിഷ്മെന്റ് എല്ലാം കൊടുത്തു. ഇതെല്ലാം മറ്റേ തള്ളയറിഞ്ഞു. അങ്ങനെ ശില്പ ഷെട്ടിയെ തപ്പി ഇവിടേക്ക് വരുന്നു. എല്ലായിടത്തും തപ്പി. പക്ഷേ ശില്പ ഷെട്ടിയെ കിട്ടിയില്ല. ശില്പ ഷെട്ടിയെ ഒരു തൊഴുത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷെ ഇവർ കണ്ടില്ല. പിന്നീട് ഗൗരിയെ കാണിക്കുന്നു. ഗൗരി എങ്ങനെയൊക്കെ വളയ്ക്കാൻ നോക്കിയിട്ടു ഉപേന്ദ്ര വളയുന്നില്ല. ഉപേന്ദ്രയ്ക്ക് ശില്പ ഷെട്ടിയോട് ലവാണ് ഗൗരി വിചാരിക്കുന്നു. പിന്നീട് ശില്പ ഷെട്ടിയും ഉപേന്ദ്രയും തമ്മിലുള്ള ലവ് സോങ്. അങ്ങനെ ഗൗരി ആരും കാണാതെ ശില്പ ഷെട്ടിയെ അഴിച്ചുവിടും. ശില്പ ഷെട്ടി ഓടി ഗുണ്ടാ തള്ളയുടെ അടുത്തെത്തി എല്ലാ കാര്യവും പറഞ്ഞു. ഗുണ്ടാ തള്ള ഉപേന്ദ്രയെ വെട്ടാൻ പോയി. ഉപേന്ദ്ര തടഞ്ഞു. ഉപേന്ദ്രയുടെ പുറകിലായി ഇന്ത്യൻ സിനിമയിലെ അപ്പൂപ്പനുണ്ട്. ഈ ഒരു അപ്പൂപ്പൻ ഈ തള്ളയുടെ ചില കഥകൾ പറഞ്ഞു. അതായത് ഇത് ശില്പ ഷെട്ടിയുടെ അമ്മയല്ല. ശില്പ ഷെട്ടിക്ക് ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരെയും തള്ളയുടെ മെയിനായ ഗുണ്ടകളെ വെച്ച് രണ്ടുപേരെയും തട്ടി. ഇതിലൊരു ഗുണ്ട നമ്മുടെ കീരിക്കാടൻ ജോസാണ്. പക്ഷെ തള്ളയുടെ ഹസ്ബൻഡ് നല്ലൊരു വ്യക്തിയായിരുന്നു. ഈ ഒരു കുട്ടി അനാഥയായി. കുട്ടിയെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് ആൾക്ക് അറ്റാക്ക് വന്നു. ആള് മരിച്ചുപോയി. തള്ള മനസ്സില്ലാ മനസ്സോടെ തന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു കുട്ടിയെ വളർത്തി. അങ്ങനെ തള്ള തിരിച്ചു പോവുകയാണ്. കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നീ ഇനി വേണ്ട എന്ന് പറഞ്ഞ് ശില്പ ഷെട്ടിയെ ഉപേക്ഷിച്ചു. അങ്ങനെ ശില്പ ഷെട്ടി ഒറ്റയ്ക്കായി. രാത്രിയായപ്പോ പല പല ക്രിമിനൽസ് ശില്പ ഷെട്ടിയെ ഉപദ്രവിക്കുന്നു. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. അങ്ങനെ ഭിക്ഷ എടുക്കാനിരുന്നപ്പോ ഒരു ലേഡി പൈസ കൊടുക്കാൻ പോയതാണ്. പക്ഷെ പൈസ കണ്ടപ്പോ കൊടുത്തില്ല. അന്ന് ചെരിപ്പൂരി അടിക്കാൻ പറഞ്ഞ് ആ ഒരു ഹസ്ബൻഡും വൈഫുമാണ് രാത്രി ഒരു കടയുടെ ഫ്രണ്ടിൽ പോയി. പാവങ്ങൾക്കെല്ലാം പടക്കാരൻ ഫുഡ് കൊടുത്തു. പക്ഷേ ശില്പ ഷെട്ടിക്ക് കൊടുത്തില്ല. അങ്ങനെ വിശന്നിരിക്കുമ്പോൾ ആരോ വേസ്റ്റ് ഫുഡ് കളയും. അതെടുക്കാൻ പോയപ്പോൾ ഒരു പട്ടി വന്നു തിന്നു. അത് പട്ടി ബുക്ക് ചെയ്തതാണ്. അങ്ങനെ വിശന്നിരുന്നപ്പോൾ ഒരു പ്രാന്തുള്ള അമ്മച്ചി ഇവർക്ക് ഫുഡ് കൊടുത്തു. ഇത് ഉപേന്ദ്ര കണ്ടു. ചെയ്ത തെറ്റെല്ലാം മനസ്സിലാക്കുന്നു പറഞ്ഞു ഉപേന്ദ്ര ശില്പ ഷെട്ടിയെ വിളിച്ചു. അങ്ങനെ മറ്റേ തള്ളയെ കാണിക്കും. തള്ളയുടെ ചില ഡോക്യുമെന്റ്സ് കാണുന്നു. ഇന്ത്യൻ അപ്പൂപ്പൻ പറയും അന്ന് ശില്പ ഷെട്ടിയുമായി ഇടിയായപ്പോ ഡോക്യുമെന്റ്സ് എല്ലാം ഉപേന്ദ്ര എടുത്തു വന്നു. അങ്ങനെ തള്ള തന്റെ മെയിൻ ഗുണ്ടകളെല്ലാം വിളിച്ച് അവരെ കൊല്ലാൻ പോകുന്നു. എവിടാ ശങ്കർ എന്ന് പറഞ്ഞ് നാട്ടുകാരെ ഉപദ്രവിക്കുകയാണ്. ഗൗരി ഓടുന്നതിനിടയിൽ ഒരു വണ്ടി ഇടിച്ച് പെട്ടെന്ന് ശങ്കർ വന്നു. തള്ളയും ടീമും ഉപേന്ദ്രയെ ചേസ് ചെയ്തു. അങ്ങനെ ഒരു വലിയ ചേസിങ് കഴിഞ്ഞു. ഉപേന്ദ്ര ഫൈറ്റ് ചെയ്യുകയാണ്. ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും ഉപേന്ദ്ര ഇടിച്ചു. ലാസ്റ്റ് മറ്റേ തള്ള വന്നു. ഇപ്പോഴാണ് ഐക്കോണിക് സീൻ. തള്ള ഒരു ഫൈനൽ ബോസാണ്. ഉപേന്ദ്രയെ വെട്ടാൻ നോക്കി. അത് തടുത്തപ്പോൾ തള്ള ഭവാനി ഇടിക്കുന്നത് പോലെ ഇടിച്ചു. അങ്ങനെ തള്ള ഓടി വന്നു പലതവണ വെട്ടി. തള്ള ആര് ഡോൺലി വന്ന് പറഞ്ഞ് ഉപേന്ദ്ര ആഞ്ഞൂറ് ഇടിച്ചു. തള്ള പറന്നുപോയി കുളത്തിലേക്ക് ചാടുന്നത് പോലെ സമ്മർ സാൾട്ട് ചെയ്ത് കമന്നടിച്ചു വീണു. ഉപേന്ദ്ര പലതവണ ഇടിച്ചു. തള്ള പക്ഷെ സൂപ്പർമാന്റെ പോലെ ഉരുക്ക് പോലെ നിൽക്കുകയാണ്. ഉപേന്ദ്ര ചാടി തലക്ക് ഇടിച്ചു. തള്ളയുടെ ക്ലൈമാക്സ് ആയി. പക്ഷെ തള്ള എണീറ്റ് വന്ന് ശില്പ ഷെട്ടിയെ കുത്തി. തള്ളയെ ഓട്ടോക്കാർ കൊണ്ടുപോയി. ശില്പ ഷെട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് കൊടുത്തു. അങ്ങനെ ഉപേന്ദ്ര ശില്പ ഷെട്ടിക്ക് ഡോക്യുമെന്റ്സ് തിരിച്ചു കൊടുത്തു. അങ്ങനെ വീണ്ടും റിച്ചായ ശില്പ ഷെട്ടി എല്ലാവർക്കും പൈസ തിരിച്ചു കൊടുത്തു. ഉപേന്ദ്രയെ കല്യാണം കഴിച്ചു. അങ്ങനെ പടം കഴിഞ്ഞു. ഇതൊരു സാമ്പിളാണ്. ആരും ചെയ്യാത്ത ഇതുപോലെ പല സീനുകളും ഉപേന്ദ്ര ചെയ്തേക്കും. അത് നമുക്ക് പിന്നെ നോക്കാം.